بعد الحمد لله والصلاة والسلام على رسول الله. هذا السؤال يتعلق يعني للأسف واقع لبعض يعني السلف كما قلت في كلمتي السابقة، إذا كان السلفيون ولله الحمد على عقيدة واحدة، عقيدة السلف الصالح، فالواجب عليهم أن يتقوا الله سبحانه وتعالى وأن يتعاونوا فيما بينهم، وأن ينبذوا الخلافات التي إنما أحدثها الشيطان والنفس الأمارة بالسوء. فما داموا جميعا على عقيدة السلف الصالح فهم إخوة، يجب عليهم أن يتعاونوا ويتكاتفوا ويتعاونوا في الدعوة إلى العقيدة السلفية والدعوة إلى المنهج السلفي بحكمة ويعني رفق مع الناس والتماس أفضل الأساليب في إيصال الدعوة إلى الناس. هذا أمر. الأمر الثاني، إذا عرفنا أن أحدا من المشايخ أو من الدعاة أو من طلبة العلم على العقيدة السلفية والمنهج السلفي، فلا يلتفت إلى من يتقيه أو يحذر منه، لا يلتفت إلى هؤلاء ما دام أنه على عقيدة صحيحة ومنهج سليم، فلا يلتفت إلى من يحذر منه، ولا سيما إذا كان تحذير من أناس ليسوا يعني معروفين وليسوا في مرتبة العلماء الذين ينظر في أقوالهم وغير ذلك، وإنما تكلموا وفق حوض نفس أو هوى أو غير ذلك، نسأل الله العافية والسلامة. فكيف يحذر من شخص هو على عقيدة سلفية ومنهج سلفي أصيل ولا يعرف عنه أنه خالف أهل السنة وخالف منهج السلف الصالح في أصله للأصول. ഷെയ്ഖിനോട് ചോദിക്കുകയുണ്ടായത്, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സലഫികൾക്കിടയിൽ തന്നെ ചില ആളുകൾ അവർ സലഫി ദായിമാരെ അവരടുത്തുനിന്ന് നിങ്ങൾ എൽമ നേടാൻ പാടില്ല, അവർ മുമയ്യാണ്, അല്ലെങ്കിൽ അവർ മുർജിയാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങളെ തടയുന്നുണ്ട്. ഇപ്പം എന്താണ് ഇതിനുള്ള ഒരു നസീഹത്ത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഷെയ്ഖ് പറഞ്ഞത്, നാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സലഫികൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരേ അഖീദയിലും ഒരേ മൻഹജിലും സലഫു സാലിഹ്കളുടെ മൻഹജിലും ഒത്തുചേർന്നവരാണ്. അവരുടെ മേൽ നിർബന്ധമായിട്ട് അള്ളാഹു സുബ്ഹാനഹു അവരെന്ത് ചെയ്യുക, അവർ ഭയപ്പെടട്ടെ, അള്ളാഹുവിൽ തഖ്വ ഉണ്ടാകട്ടെ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കട്ടെ, അവർക്കിടയിലുള്ള എല്ലാ ഭിന്നതകളും അവർ ഒഴിവാക്കുക. ആ ഭിന്നതകളൊക്കെ എന്താണ്? ഒന്നിക്കൽ ശൈത്താൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊടുത്ത ഭിന്നതയാണ്. എന്തിലാണ് കാര്യമുള്ളത്? നമ്മുടെ അഖീദ ശരിയായാൽ, മൻഹജ് ശരിയായാൽ എല്ലാവർക്കും നിർബന്ധമാണ് അവർ പരസ്പരം ഒത്തൊരുമയോടെ പോകലും സഹകരിക്കലും. കാരണം അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ സലഫി അഖീദയിൽ അതുപോലെ തന്നെ സലഫി മൻഹജിൽ അവർ ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുകൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ള ഭിന്നതകളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഒരാൾ, ഒരു ഷെയ്ഖ് അല്ലെങ്കിൽ ഒരു ദായി, ഒരു താലിബുൽ ഇൽം, അവൻ യഥാർത്ഥ അഖീദയിലാണ് അല്ലെങ്കിൽ യഥാർത്ഥ സലഫി മൻഹജിലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആളെക്കുറിച്ച് അവൻ ഇന്നയാണ് എന്ന് പറഞ്ഞ് ആളുകളെ വിലക്കുന്നവരെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ യഥാർത്ഥ അഖീദയിലും യഥാർത്ഥ മൻഹജിലും ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ആൾ വന്നിട്ട് അയാൾ ഇന്ന ആളാണ്, അയാൾ ഇന്ന ആളാണ്, ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല. അത്തരം സംസാരങ്ങൾ ആ പറയുന്ന ആൾ അവൻ സ്വയം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവൻ്റെ ഇച്ഛ, ദേഹേച്ഛ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. എങ്ങനെയാണ് യഥാർത്ഥ അഖീദയിലും സലഫി മൻഹജിലുമുള്ള അടിസ്ഥാനപരമായി സലഫി മൻഹജിലുമുള്ള ഒരാളെ നമ്മളിങ്ങനെ വിധി നടപ്പിലാക്കുന്നത്?
ثم ينظر يعني السلبي يعني ليس معصوما، قد يقع في الخطأ، لكن الخطأ على نوعين: خطأ يسوغ فيه الخلاف يعني بين الراجح والمرجوح، وهذا ما يسميه ابن القيم بالمسائل الاجتهادية، وكما قرر قاعدة الفقهاء فقالوا: لا إنكار في مسائل الاجتهاد، لا إنكار في مسائل الاجتهاد. فهذا نوع. النوع الثاني إذا كان الخطأ يتعلق بالعقيدة، يتعلق بالعقيدة، هذا لا يقال فيه لا إنكار في مسائل الاجتهاد. مسألة من مسائل الخلاف التي ينبغي الإنكار على من وقع فيها. يعني مثلا على سبيل المثال مسائل لا إنكار في مسائل الاجتهاد، مثلا قراءة الفاتحة خلف الإمام في الصلاة الجهرية. فلو جاء طالب علم يقول: أنا أرى وجوب قراءة الفاتحة خلف الإمام، والثاني يقول: أرى عدم قراءة الفاتحة خلف الإمام في الصلاة الجهرية، هذه من المسائل لا إنكار فيها. هذا له قول وله دليل الذي رآه هو الراجح عنده، وهذا أيضا عنده دليل ويرى أنه هو الراجح عنده. هذه مسألة اجتهادية فلا إنكار فيها. ശേഷം നമ്മൾ നോക്കേണ്ട ഒരു സലഫിയായ ഒരാൾ ഒരിക്കലും തെറ്റുകളിൽ നിന്ന് മുക്തമല്ല. പക്ഷേ തെറ്റുകൾ രണ്ട് വിധമുണ്ട്. എന്താണ്? ഒന്ന് അഭിപ്രായ ഭിന്നത, ഏതാണ് ശരിയായ അഭിപ്രായം, ഏതാണ് കൂടുതൽ ശരിയായത് എന്നുള്ള അഭിപ്രായ ഭിന്നത. അതിനെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അത് മസായിലുൽ ഇജ്തിഹാദിയാണ്, ഇജ്തിഹാദിയായ മസ്അല. അതാണ് ഫുഖഹാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ലാ ഇൻകാറ ഫി മസായിലുൽ ഇജ്തിഹാദ്, ഇജ്തിഹാദിയായ മസ്അലകളിൽ എന്തില്ല, അതിൽ എതിർപ്പില്ല, ഒരാളെ എതിർത്ത് സംസാരിക്കേണ്ടതില്ല. എന്നാൽ രണ്ടാമത്തത് അഖീദപരമായിട്ടുള്ള, വിശ്വാസപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നത, അത് തീർച്ചയായും എതിർക്കേണ്ടതുണ്ട്. കാരണം അത് ഇജ്തിഹാദിയായ മസ്അലയല്ല. എന്നാൽ ഇജ്തിഹാദിയായ മസ്അലയിൽ ഉദാഹരണത്തിന് ഒരാൾ ഇമാമിൻ്റെ പിന്നിൽ ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതണോ വേണ്ടയോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ഇജ്തിഹാദിയ മസ്അലകളിലൊന്നാണ്. അതിൽ ഒരാൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അയാൾക്ക് തോന്നി ഫാത്തിഹ ഓതേണ്ടതില്ല. അവർക്ക് അതിൻ്റെ തെളിവുകളുണ്ട്, അവരതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി കാണുന്നത്. എന്നാൽ മറ്റൊരാൾ കാണുകയാണ് ഫാത്തിഹ നിർബന്ധമായ ഓതണം, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം, അതിനവർക്ക് ദലീലുകളുണ്ട്. അപ്പം ഇതാണ് ഇജ്തിഹാദിയ മസ്അലകൾക്ക് ഒരു ഉദാഹരണം. അപ്പം ഈ വിഷയത്തിൽ എന്തില്ല, പരസ്പരം എതിർത്ത് സംസാരിക്കേണ്ടതില്ല. أما النوع الثاني لا، النوع الثاني إذا كان يعني يتعلق بالعقيدة فهذا يعني يجب الإنكار، ولا يقول إنسان لا إنكار في مسائل اجتهاد. إذا المسألة تتعلق بالعقيدة وليست مسألة اجتهادية يسوغ فيها الخلاف، لأن هناك مسائل لا يسوغ فيها الخلاف. على سبيل المثال لو جاء إنسان مثلا بمخالفة في العقيدة تتعلق مثلا بالأسماء والصفات كما هو عند الأشاعرة يقولون الصفات ينكر عليه، أو مثلا كما هو عند جماعة الإخوان قضية مخالفة أهل السنة والجماعة في أصل لزوم الجماعة والسمع والطاعة لولاة الأمر، هذا ينكر عليه أنه خالف أصل عظيم من أصول أهل السنة والجماعة، أصل لزوم جماعة المسلمين والسمع والطاعة لهم بالمعروف. فإذا كان الأمر يتعلق بأصل من أصول أهل السنة والجماعة فيجب الإنكار، ولا نقول كما يقول جماعة الإخوان نجتمع على ما اتفقنا عليه ويعذر بعضنا بعضا فيما اختلفنا فيه. هذه قاعدة فاسدة، قاعدة باطلة
التي أطلقها الإخوانيون وجماعة الإخوان عندما قالوا نجتمع على ما اتفقنا عليه ويعذر بعضنا بعضا فيما اختلفنا. بل نحن السلفيون إذا كانت المخالفة تتعلق بالعقيدة يجب الإنكار فيها وعدم المداهنة والمحاباة. ഇനി രണ്ടാമത്തെ ഇനം ഏതാണ്? രണ്ടാമത്തെ ഇനം അത് അഖീദയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അഖീദയിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഒരിക്കലും ഇജ്തിഹാദിയായ മസ്അല പോലെയല്ല. അതിൽ തീർച്ചയായും നമ്മൾ എതിർത്ത് സംസാരിക്കും. ഏതുപോലുള്ളത്? ഉദാഹരണത്തിന് അസ്മാ വ സിഫാത്തിന്റെ വിഷയത്തിൽ അശ്അരികൾക്കുള്ള അഖീദ, അതുപോലെ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന സംഘത്തിന് അവർക്ക് മുസ്ലിം ജമാഅത്തിനെ മുറുകെ പിടിക്കുന്നതിനും അതുപോലെ തന്നെ മുസ്ലിം വലിയുൽ അംറിനെ ഭരണാധികാരിയെ അവർക്ക് അനുസരിക്കുന്നതിൻ്റെ വിഷയത്തിൽ അവർക്ക് അടിസ്ഥാനപരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എതിർക്കേണ്ടതുണ്ട്. കാരണം അത് അഹ്ലുസുന്നയുടെ അടിസ്ഥാനപരമായ അഖീദകളിൽപ്പെട്ട കാര്യമാണ്. അത് അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊരിക്കലും നമ്മൾ എന്ത് പറയില്ല, ഇഖ്വാനുൽ മുസ്ലിമൂൻ പറയുന്നത് പോലെ നിസ്തമിയോ അലാമത്തഫഖ്നാ അലൈഹി, നാം ഒരുമിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ, പരസ്പരം യോജിച്ച കാര്യങ്ങൾ നമ്മൾ ഒരുമിക്കും. വനഅദുറു ബഅദുനാ ബഅദൻ ഫീമാ ഇഖ്തലഫ്നാ ഫീ, നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിലെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം വിട്ടുവീഴ്ച നൽകും. ഇത്തരം പിഴച്ച ഒരു അടിസ്ഥാന തത്വത്തിന് ഒരിക്കലും ഇഖ്വാനികൾ ഉണ്ടാക്കിയ ഈ ഒരു പിഴച്ച തത്വം ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. അതുപോലെ നമ്മൾ പറയുകയില്ല. നമ്മൾ സലഫികൾ എന്താണ് ഈ വിഷയത്തിൽ അഖീദയുമായി ബന്ധപ്പെട്ട ഇത്തരം അടിസ്ഥാനപരമായ വിഷയത്തിലാണെങ്കിൽ തീർച്ചയായും നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ومثل ذلك مثلا من يتساهل مثلا في الجلوس مع أهل البدع ومجالستهم ويقول يعني نجلس مع الجميع، يجلس مع الأشاعرة، يجلس مع الصوفية ويضاحكهم ويجالسهم مع الإخوان أو مع التبليغ وهكذا. ليس هدفه أن يدعوهم إلى الله أو ينصحهم، يجالسهم. هذا أيضا ينكر عليه، لأنه يلبس على المسلمين ويلبس على أصحاب المنهج الصحيح، خاصة إذا كان يعني قدوة ينظرون إليه الناس ويتأثرون. يقول ما جلس مع فلان إلا لأنه على يعني منهج صحيح، فيلتبس الأمر على الناس بسبب هذه الطريقة وهذا التساهل في الجلوس مع أهل البدع. അതുപോലെ തന്നെ നമ്മൾ എതിർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? ആളുകൾ അഹ്ലുൽ ബിദ്അന്റെ കൂടെ, ബിദ്അത്തിന്റെ കക്ഷികളുടെ കൂടെ ഇരിക്കുക. ഉദാഹരണത്തിന് പിന്നെ അശ്അരികളുടെ കൂടെ, സൂഫികളുടെ കൂടെ, അവരുടെ കൂടെയൊക്കെ ഇരുന്ന് അവരോടൊപ്പം ചിരിച്ച് കളിക്കുക, അവരൊപ്പം ഇരിക്കുക, തബ്ലീഗ് ജമാഅത്തിൻ്റെ കൂടെ ഇരിക്കുക, ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ കൂടെ ഇരിക്കുക. ഇങ്ങനെ അവരുടെ കൂടെ ഇരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ഒരു ശരിയായ മൻഹജിലുള്ള ഒരാൾ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ, പ്രത്യേകിച്ചും ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ആളുകൾ അങ്ങനെ ചെയ്താൽ തീർച്ചയായും അത് വളരെ വലിയൊരു പ്രശ്നമാണ്. അത് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. في مسألة أيضا تدخل في ضمن المسائل التي قال عنها العلماء لا مسائل أو لا إنكار في مسائل الاجتهاد، لا إنكار في مسائل الاجتهاد. من ذلك ما يسمى بالتصوير الفوتوغرافي، وتسجيل مثلا المحاضرات والدروس عبر الفيديو. هذه من المسائل التي يعني اختلف فيها علماء السنة. شيخنا العلامة الفقيه محمد بن صالح العثيمين رحمه الله يعني يرى أن التصوير الفوتوغرافي لا يدخل ضمن التصوير المحرم أساسا. وأيضا تسجيل المحاضرات عن طريق الفيديو وبثها عبر القنوات التلفزيونية أيضا الشيخ يرى أنها من الأمور المناسبة والوسائل النافعة في الدعوة إلى الله. بل سمع شيخنا ابن باز رحمه الله تعالى كان يعني متشددا في ذلك في أول الأمر، لكن في آخر حياته رحمة الله عليه عندما رأى يعني أهمية وسائل الإعلام وأثر وسائل الإعلام في نشر الخير بين الناس
كان رحمه الله يجيز الخروج في القنوات التلفزيونية لأجل الدعوة إلى الله سبحانه وتعالى. അതുപോലെ ഇജ്തിഹാദിയായ മസ്അലകൾപ്പെട്ട ഒന്നാണ് ക്യാമറ കൊണ്ടുള്ള ഫോട്ടോഗ്രാഫി. അതിൽ പരസ്പരം എതിർക്കേണ്ടതില്ല. കാരണം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ചില പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു, ഫോട്ടോ അത് യഥാർത്ഥത്തിൽ ഹറാമാണ് എന്ന് പറയുന്നവരുണ്ട്. ചില പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നവരില്ല. ഉദാഹരണത്തിന് മുഹമ്മദ് ബിൻ സാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം എന്താണ്, അടിസ്ഥാനപരമായി ഫോട്ടോ ഈ ഹദീസിൽ പെടുകയില്ല എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹം വീഡിയോ ദുറൂസുകൾ പോലുള്ള ഉപകാരപ്രദമായ വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിക്കുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ വളരെ കണിശത പാലിച്ച ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം അവസാന കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, TV ചാനലുകൾ പോലുള്ള ചാനലുകളിൽ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഹാജരാവാം എന്നുള്ള വിഷയത്തിൽ അദ്ദേഹം നിലപാട് മാറ്റി പറഞ്ഞിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുണ്ട്. كذلك من المسائل يعني التي اجتهد فيها العلماء مسألة ما يسمى بالعذر بالجهل. العذر بالجهل بمعنى أن من وقع في الشرك مثلا وغير ذلك من النواقض وهو جاهل لا يعلم ولم تصل الحجة في هذا الأمر، فمن العلماء من قال إنه يعذر بجهله، ومنهم من قال إنه لا يعذر، لأن الشرك من الأمور الظاهرة الواضحة البينة ولا يعذر الإنسان بالجهل فيه. ومن العلماء من قال أنه يعذر إذا لم تصله الحجة، وخاصة إذا كان يعني مثل شخص لا يفهم اللغة العربية وبلغ القرآن لكن لا يفهم القرآن، لو جاء بيجيها الإنسان وقرأ عن القرآن من أوله إلى آخره وهو لا يعرف اللغة العربية فهو ما فهم، يحتاج من يبين له القرآن بلغته التي يتكلم بها، فلا يقال إنه قد بلغه القرآن. إذا بلغه القرآن نعم بلغه بمعرفة هذه اللغة التي هي لغة القرآن، اللغة العربية. أما شخص لا يفهم اللغة العربية فلا بد أن يبين له. فهذه أيضا من المسائل التي تكلم فيها العلماء، بل إن سماحة الشيخ بن باز رحمه الله في تعليقه على كتاب تيسير العزيز الحميد في شرح كتاب التوحيد للشيخ سليمان بن عبد الله بن محمد بن الوهاب رحمه الله، وهو أول شرح لكتاب التوحيد، ذكر في تعليقه أن أهل السنة لهم قولان في هذه المسألة، في مسألة العذر بالجهل. نعم. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് അൽ ഉദ്റും ബിൽ ജഹൽ, അറിവില്ലാത്തവന് ഒഴികഴിവുണ്ട് എന്ന വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം. അതിൽ ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തു, ഒഴികഴിവില്ല, ശിർക്കും കുഫറും അതൊക്കെ വ്യക്തമാണ്. അതിൽ ഒരാൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരാൾ വലിയ ശിർക്കിലോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പല കാര്യങ്ങളിലോ സംഭവിച്ചു കഴിഞ്ഞാൽ ജഹലിൻ്റെ അറിവില്ലായ്മയുടെ ഉദർ ഒഴികഴിവ് അവനില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഒഴികഴിവുണ്ട് എന്ന് പറയുന്ന ഉദാഹരണത്തിന് അറബി ഭാഷ അറിയാത്ത, പ്രത്യേകിച്ചും അറബി ഭാഷ അറിയാത്ത ഒരാൾ, അവർക്ക് ഖുർആൻ കിട്ടി, അവർ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു എന്നിരിക്കാം, എന്നാൽ അവന് അതിൽ ഒന്നും മനസ്സിലാവുകയില്ല. അവന് മറ്റൊരാൾ അത് എന്ത് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കുകയില്ല. അപ്പോൾ അവന് കൃത്യമായി ഖുർആൻ എത്തിയോ എന്ന് ചോദിച്ചാൽ ഖുർആൻ എത്തി, അതിൻ്റെ ഖുർആൻ എത്തിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഖുർആൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ എത്തിയിട്ടുണ്ടോ, അതിനെക്കുറിച്ചുള്ള അറിവ് എത്തിയിട്ടില്ല. അറബി ഭാഷയിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ എത്തിയിട്ടില്ല. അപ്പോൾ അവനത് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ഈ ഒരു വിഷയം, ഇങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന വിഷയം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്
കിതാബ് തൗഹീദിൻ്റെ ആദ്യത്തെ ഷറഹായ തൈസീർ അൽ അസീസ് അൽ ഹമീദ് എന്ന ഷെയ്ഖ് സുലൈമാൻ ഇബ്ൻ അബ്ദുല്ല ഇബ്ൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബിൻ്റെ ഷറഹിന് തഅലീഖ് പറയുന്ന സമയത്ത് ഇബ്നു ബാസ് റഹിമഹുള്ള തന്നെ ഈ വിഷയം അതിൽ എഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമുണ്ട് എന്നുള്ളത്. شيخنا أحسن الله إليك، نريد أن تعطينا وصية لنا كطلبة العلم، ونريد أيضا أعظم الوسائل أعظم المثبتات لطالب العلم في هذا الزمان. ولو تحدثون يا شيخ عن موقف مؤثر حدث لكم مع أحد العلماء، صار لكم مع أحد أهل العلم موقفا مؤثرا تذكرونه. أسأل الله إليكم. الحمد لله والصلاة والسلام. طبعا احنا كان في كلمة قبل ما تجي وتكلمنا عن طلب العلم وأهميته، لكن ما في مانع كلام عن يعني أهم المثبتات مثل ما ذكرت بارك الله فيك أبو سليمان في موضوع طلب العلم. لا شك أن طلب العلم كما قلنا يحتاج إلى الصبر والمصابرة، وكما قال الإمام أحمد بن المحبرة إلى المقبرة، ما ينتهي الإنسان بنيله شهادة جامعية ولا دراسة ولا كذا ثم يترك العلم، لابد أن يصبر ويصابر. أعظم المثبتات أمور، منها أولا إخلاص النية لله عز وجل في طلب العلم. الأمر الثاني أن يعرف فضل العلم، أن يعرف فضل العلم العظيم. أعظم الأعمال التي يتقرب بها إلى الله سبحانه وتعالى هو طلب العلم، كما قال الإمام أحمد أفضل الأعمال العلم لمن صحت نيته. يعرف فضل العلم وأهميته. والأمر الثالث من المثبتات أن طالب العلم يصاحب طلبة العلم، ما يصاحب الكسالى ولا يصاحب أهل الغفلة، حتى لو كانوا على التدين وفيهم خير متدينين، لكنهم مثلا ما عندهم حرص على طلب العلم، ما يستفيد منهم. لابد أنه يجالس طلاب العلم الذين يعينونه على طلب العلم، يعينونه على الحفظ والمراجعة، ويعينونه على حضور الدروس العلمية وغير ذلك من الأمور المتعلقة بالتفقه في دين الله سبحانه وتعالى. الأمر الرابع وهو مهم جدا الدعاء، أن الإنسان يتضرع دائما إلى الله عز وجل بالدعاء، يدعو الله سبحانه وتعالى أن يفقهه في الدين وأن يرزقه العلم النافع والعمل الصالح. كان من أدعية النبي صلى الله عليه وسلم بعد صلاة الفجر: اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. كان هذا دعاء النبي صلى الله عليه وسلم. ودعا لي ابن عباس: اللهم فقهه في الدين وعلمه التأويل. الدعاء مهم جدا في التفقه في دين الله وفي طلب العلم. كان من أدعية سماحة شيخنا ابن باز رحمة الله عليه رحمة واسعة: اللهم فقهني في الدين وزدني علما. كان هذا من أدعية الشيخ رحمه الله: اللهم فقهني في الدين وزدني علما. كان هذا من أدعيته رحمه الله تعالى. لعل من المواقف التي سألت عنها موقف مع سماحة شيخنا ابن باز، طبعا ليس هو موقف خاص، لكن في درس من دروسه رحمة الله عليه، أنه سبحان الله هو عالم عامل بعلمه، وتجد يعني أثر العلم العظيم في هذا الإمام القدوة الجهبذ رحمة الله عليه. هو يعني تأثره بما يسمعه من تفسير للآيات أو أحاديث عن النبي صلى الله عليه وسلم يتأثر، وتجده يعني أحيانا يبكي عليه الصلاة رحمة الله رحمة واسعة، ويتأثر بأحاديث النبي عليه الصلاة والسلام التي تقرأ عليه سواء من صحيح البخاري أو من صحيح مسلم وغيرها من كتب السنة. هذه حقيقة من المواقف العظيمة التي لا ننساها حقيقة في دروس مع الشيخ. يخرج الإنسان من دروسه رحمه الله تعالى وقد ازداد علما وازداد إيمانا بهذه المجالس العظيمة لهذا العالم رحمة الله عليه رحمة واسعة. അടുത്തതായി ഷെയ്ഖിനോട് ചോദിക്കപ്പെട്ടു ഹഫിളഹുല്ലാഹ്,
തലബുൽ ഇൽമിൽ ഉള്ള ഒരു നസീഹത്തിനെ കുറിച്ചാണ് ചോദിക്കപ്പെട്ടത്. അപ്പോൾ ഷേഖ് പറഞ്ഞു, നാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ തലബുൽ ഇൽമിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇമാം അഹമ്മദ് റഹ്മുള്ളയുടെ ഖൗല് ഒന്നും കൂടി പറയുകയുണ്ടായി. ഇമാം അഹമ്മദ് റഹ്മുള്ള പറഞ്ഞു, ഇൽമ് നേടുക എന്നത് അത് ആദ്യാക്ഷരങ്ങൾ പഠിക്കുന്നത് മുതൽ മക്ബറ വരെ, മരണം വരെയാണ്. ഒരു മനുഷ്യനൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്നതോടുകൂടി അവൻ്റെ പഠനം തീരുന്നില്ല. അവൻ പഠനത്തിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്നാമത്തായ ഏറ്റവും വലിയ അവനെ തലബുൽ ഇൽമിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കാര്യം, ഒന്ന് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായ നിയ്യത്തുണ്ടാവുക എന്നുള്ളത്, ഇഖ്ലാസ് ഉണ്ടാവുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക, അവൻ അങ്ങേയറ്റം പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇൽമ് നേടുന്നതിൽ പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, അവൻ ഈ ഇൽമ് നേടുന്നതിലെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിൽ തുടരുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് റഹ്മുള്ളയോട് ചോദിക്കപ്പെട്ടത്, ഏറ്റവും നല്ല കർമ്മം, സൽക്കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് നിയ്യത്ത് ശരിയാക്കിക്കൊണ്ട ഇൽമ് നേടലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, നിയ്യത്ത് ശരിയാക്കുന്ന പ്രത്യേകത. മൂന്നാമത്തെ കാര്യം, ഒരു ത്വാലിബുൽ ഇൽമ് നേടുന്ന ഒരാൾ, അവൻ നല്ല ഇൽമ് നേടുന്ന ഒരാളെ അവൻ കൂട്ടുകൂടുക. ഒരിക്കലും മടിയനായിട്ടുള്ള ആളുകളുടെ അവഗണിച്ച് നടക്കുന്ന, ഇൽമിനെയൊക്കെ അവഗണിച്ച് നടക്കുന്ന ആളുകളുടെ കൂടെ ഒരിക്കലും കൂട്ടുകൂടി നടക്കരുത്. ചിലപ്പോൾ ദീൻ പാലിക്കുന്ന ആളായിരിക്കും, അവനിൽ ഖൈറുണ്ടാവും, പക്ഷേ ഇൽമ് നേടുന്ന വിഷയത്തിൽ അവനൊരു താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവൻ അതിനെ അവഗണിച്ച് നടക്കുന്ന ആളായിരിക്കും. അപ്പം അങ്ങനെയുള്ള അശ്രദ്ധനായി നടക്കുന്ന ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടെ കൂടാതിരിക്കുക. അപ്പോൾ അവന് ഇൽമ് നേടാനും അതുപോലെ തന്നെ ഇൽമ് മുറാജ ചെയ്യാനും ഇതിനൊക്കെ ദർസുകളിൽ, ഇൽമിയായ ദുറൂസുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ആളുകളൊപ്പരം നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടുകൂടുക. ഇത് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട, അങ്ങേയറ്റം പ്രധാനപ്പെട്ടവരാണ് ദുആ. അത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, എപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹു അവനെ ദീനിൽ അറിവ് നൽകാൻ വേണ്ടി, അവന് നല്ല ഉപകാരപ്രദമായ ഇൽമും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകാൻ വേണ്ടി അവൻ ദുആ ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫജ്റിന് ശേഷമുള്ള ദുആയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ് എന്ത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ അറിവ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനും വേണ്ടിയിട്ട് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ, അദ്ദേഹത്തെ നീ ദീനിൽ അവഗാഹമുള്ള, പാണ്ഡിത്യമുള്ളവനാക്കണേ. അതുപോലെ തന്നെ ആയത്തുകളുടെ തഫ്സീറുകൾ പഠിപ്പിക്കണേ എന്ന രീതിയിൽ ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശൈഖായ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം എപ്പോഴും അല്ലാഹുമ്മ ഫഖിഹ്നി ഫിദ്ദീൻ, അല്ലാഹു എന്നെ ദീനിൽ അറിവുള്ളവനാക്കണേ, അവഗാഹമുള്ളവനാക്കണേ, വസീദ്നി ഇൽമ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്നിങ്ങനെ ധാരാളം ഷെയ്ഖ് ദുആ ചെയ്യുന്നതായി നാം ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ആൾ എപ്പോഴും അവൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം എല്ലാ വിഷയത്തിലും വളരെ മാതൃകയുള്ള ഒരു ഇമാമാണ്. അദ്ദേഹം പല സമയങ്ങളായി തഫ്സീറുകൾ വായിച്ചിട്ടും ആയത്തിൻ്റെ തഫ്സീർ മനസ്സിലാക്കി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കി അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കരയാറുണ്ട്. അദ്ദേഹം ആയത്തുകൾ വായിച്ച്, അതുപോലെ തന്നെ പാരായണം ചെയ്തിട്ട്, അതുപോലെ തന്നെ തഫ്സീറുകൾ വായിച്ചിട്ട്, ഹദീസുകൾ വായിച്ചിട്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കരയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഇൽമിൻ്റെ അസറുകൾ നമ്മളിലേക്ക് അത് മുഖേന ഉണ്ടാവും. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.